നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാൻ മഹാദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ ശാന്തമായ മനസ്സോടെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. മനസ്സ് ശാന്തമായി തന്നെ കേൾക്കണം. പോസിറ്റീവായ ഊർജം മനസ്സിലേക്ക് കൊണ്ടുവരികയും നെഗറ്റീവായ ഊർജം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയാതെ പോയിരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ ഉറങ്ങിക്കിടക്കുന്നതായ ആത്മാവ് ദൈവാംശമായ ആത്മാവിനെ ഉണർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഈ സമയം അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യമോ ഒരു ശൂന്യതയോ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീർ അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. പല ആവർത്തിയായി കണ്ണുകൾ നിറയുന്നതായ സാഹചര്യമുണ്ട്. ഏകാന്തത, അവഗണനകൾ നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യം. ആരെ വിശ്വസിക്കണം എന്നൊരു സംശയം നിങ്ങളുടെ ജീവിതത്തിലെ ഉണ്ട് എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കരുത്ത് പല കാര്യങ്ങളിലും ചോർന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം അദൃശ്യമായ കരങ്ങൾ അത് നിങ്ങളെ പല സമയങ്ങളിലും താങ്ങി നിർത്തുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യവുമുണ്ട്. ചില വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതൊരിക്കലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കുവാൻ സാധിച്ചതല്ല. നിങ്ങളുടെ ഓരോ വിജയത്തിന് പിന്നിലും ഒരു മാറ്റത്തിന് മുന്നിലും അദൃശ്യമായ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഭഗവാൻ പരമശിവൻ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വീക്ഷിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ഓരോ വിഷമതകളും അതിസൂക്ഷ്മമായി തന്നെ ഭഗവാൻ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ വേദനകൾ നിറഞ്ഞിട്ടുള്ളതായ വിഷമതകൾ നിറഞ്ഞിട്ടുള്ളതായ അധ്യായം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്കായി പല കാര്യങ്ങളും ഉദിച്ചു വരുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. പ്രയാസങ്ങൾ അതൊരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അചഞ്ചലമായ കരുത്ത് നിങ്ങൾക്ക് പകരണം, നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാധ്യമാകുവാനും ഊട്ടിയുറപ്പിക്കുവാനും സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങളെ കാത്തിരിപ്പ് വളരെയധികം വർദ്ധിക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ മനസ്സ് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കുവാൻ പുറത്തു കൊണ്ടുവരേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ആത്മാവ് ദൈവാംശമായ ആത്മാവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ഒരുക്കങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു, അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണുകൾ നനവുള്ളതായി തീരുന്നു എന്നത് വാസ്തവമാണ്.
ഭയം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കായി ഒരു പുതിയ പാത തന്നെ ഭഗവാൻ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതും വാസ്തവമാണ്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായ ഓരോ കാൽപാദങ്ങളും നിങ്ങൾക്ക് മുൻപിൽ വഴികൾ തെളിഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു സൂചനയായി പരാമർശിക്കാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്ന ആ ചൈതന്യം അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ചെറിയ ചലനങ്ങൾ പോലും ഭഗവാൻ മനസ്സിലാക്കുന്നതിനാൽ നിങ്ങളുടെ നിയന്ത്രണം ഭഗവാന്റെ കൈകളിലായതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഭഗവാനെ ആരാധിക്കുന്നത് ഇരട്ടി നേട്ടങ്ങൾക്ക് കാരണമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്, എന്നാൽ അത് പലപ്പോഴും നടക്കാറില്ല. എന്നാൽ ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശങ്ങളിൽ ഒന്ന്, ഇത്തരത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അത് പുറമെ പറയേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ 2 വട്ടം ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ പുറമെ പറയേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ചില രഹസ്യങ്ങൾ അത് ഒളിപ്പിച്ചു വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നടക്കണം എന്ന് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയം നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ സൃഷ്ടിക്കുന്നു. അത് കാലയളവുമായി ബന്ധപ്പെട്ടോ ആ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടു പോകുന്നതിനാലോ നിങ്ങൾക്ക് വിഷമതകളുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് പോലും പുതുജീവൻ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതായ സാഹചര്യവും പ്രതീക്ഷകൾ തകർന്ന് നിങ്ങൾ വിഷമതകളിൽ അന്ധകാരത്തിൽ ഒറ്റപ്പെട്ട് നിന്നിരുന്ന സമയത്ത് നിങ്ങളിലേക്ക് ചില പ്രകാശങ്ങൾ കടന്നു വന്നിരുന്നു എന്നത് വാസ്തവമാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയായിരുന്നു. പലരും നിങ്ങളെ കൈവിട്ടപ്പോഴും നിങ്ങൾക്ക് ആത്മവിശ്വാസം അല്പമെങ്കിലും ബാക്കി ഉണ്ടായിരുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഈ സമയവും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങളെ നിഴലായി ഭഗവാനുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആ സങ്കടങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളെ അന്ധരാക്കി തീർത്തിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തേടിയെത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ മാനസികപരമായ സംഘർഷങ്ങളോ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതോ തർക്കങ്ങളോ നെഗറ്റീവായ ഊർജവർദ്ധനവോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് വർദ്ധിക്കുകയും ഇച്ഛാശക്തി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം ചില വ്യക്തികൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം. ചില വ്യക്തികൾ നിങ്ങളെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തി എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ പദ്ധതികൾ അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അത്രമേൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ വച്ചിട്ടുള്ളവർ തന്നെയാണ് എന്ന് കാണുന്നു. എന്നാൽ ആ പ്രാർത്ഥനകൾ ഒരിക്കലും വെറുതെയാകില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ദുഃഖത്തോടെയാണ് എങ്കിലും
നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചിരുന്നതായ സമയത്ത് തീർച്ചയായും അത് ഭഗവാൻ നിങ്ങളിലേക്ക് ചില അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന്റെ ഒരു മുന്നോടിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ സമയം എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തി എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്പം സമയം പല കാര്യങ്ങൾക്കുമായി എടുത്തു എന്ന് വരാം. അതൊരു വിത്ത് മുളച്ചു വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. അതായത് പതുക്കെയായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരിക. എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയും അത് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം. അത് തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരിക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ എത്ര തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിച്ചാലും നിങ്ങൾ തീർച്ചയായും ഒഴുകുന്ന ഒരു നദി തന്നെയാണ്. അതിനാൽ അടയാത്ത ഉറവയായി അത് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിനാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുൻപിൽ നിസ്സഹായരായി നിൽക്കുവാൻ മാത്രമേ സാധിക്കൂ. നിങ്ങളെ പൂർണ്ണമായും തളർത്തുവാനോ അത്തരത്തിൽ ഒഴിവാക്കുവാനോ അവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ പല പാതകളും വഴികളും കടന്നു വരുന്നു, അല്ലെങ്കിൽ തെളിയുന്നതായ സാഹചര്യമുണ്ട്. ഇതുവരെ നിങ്ങൾ സഞ്ചരിച്ച പാതയുമായി ബന്ധപ്പെട്ട് തീർത്തും വ്യത്യസ്തമായി തന്നെ പരാമർശിക്കാം. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പഴയ പാതയിലാണ് എങ്കിൽ ഇനി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് പുതിയ പാത തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് എന്ന കാര്യത്തിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. ഭയം കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ധൈര്യപൂർവ്വം തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആശ്വാസ വാക്കുകൾ നിങ്ങൾക്ക് പലരിൽ നിന്നും ലഭിക്കാറില്ല. എന്നാൽ ഈ സമയം ചില വ്യക്തികളെങ്കിലും ആശ്വാസ വാക്കുകൾ നിങ്ങളോട് പറഞ്ഞു എന്ന് വരാം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് അരികിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരം ആയിട്ടുള്ളതായ നൊമ്പരങ്ങളും ഭയവും നിങ്ങളിൽ നിന്നും ഒഴിവായി പോകുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കി മുന്നോട്ട് പോകുവാനോ സാധിക്കും. മനസ്സ് അശാന്തമായിരുന്നു എന്നത് വാസ്തവമാണ്. കൊടുങ്കാറ്റ് പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളെ സുരക്ഷിതമായ തീരത്തേക്ക് ഭഗവാൻ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ യാത്രകൾ ഇവിടെ അവസാനിക്കില്ല. നിങ്ങളുടെ വിശ്വാസം അത് തീർച്ചയായും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളെ പല കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവർ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമായി മാറാം. എന്നാൽ അതെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വിലപ്പെട്ടതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാം. പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. ആത്മാവിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളിലും മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളെ അത് മറക്കുവാനല്ല, നിങ്ങൾക്ക് അതിനെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഈ സമയം നിങ്ങൾ തീർച്ചയായും സംരക്ഷണ വലയത്തിൽ തന്നെയാണ് ഉള്ളത്. പുതിയൊരു കരുത്തായി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവമാണ്.
പുതിയൊരു ഊർജം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. തീർച്ചയായും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും പല കാര്യങ്ങളും, പ്രത്യേകിച്ചും നിങ്ങളുടെ ലക്ഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ കടന്നു വരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സൂചനകളായി ഭഗവാൻ നൽകിക്കൊണ്ടേ ഇരിക്കും. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചമായി ഉദിച്ചുയരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഭഗവാനോടുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കുമുള്ള മറുപടിയായി കടന്നു വരും എന്നുള്ളതാണ്. ഈ സമയം പുതിയൊരു സുവർണമായ യുഗത്തിന്റെ ആരംഭമായി തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ തുറന്നിടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം എല്ലാ വിഷമതകളും പ്രയാസങ്ങളും ഭഗവാന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും ഭയം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം പിഴുതെറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദേവന്മാരുടെ ദേവനായ സർവവ്യാപിയായ പരമശിവൻ തീർച്ചയായും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംശയങ്ങൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. കാരണം പലവിധ സംശയങ്ങൾ മനസ്സിൽ കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള പല സംശയങ്ങളെയും ചോദ്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഭഗവാനിൽ പൂർണ്ണമായ സമർപ്പണം നടത്തുവാൻ സാധിക്കും. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ആത്മാവിനും നിങ്ങൾക്കും കെടാശക്തിയും അതേപോലെ തന്നെ ധൈര്യവും പ്രദാനം ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ മാറ്റങ്ങൾ അനുഭവവേദ്യമാകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ആ അനുഗ്രഹം നേടുവാൻ ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതൊരു സാധാരണ അവസരമായി നിങ്ങൾ കാണുവാനോ അവസരങ്ങൾ പാഴാക്കുവാനോ പാടുള്ളതല്ല. ഈ സമയം ഉള്ളിടത്തോളം, ഈ കാലം ഉള്ളിടത്തോളം തീർച്ചയായും പല കാര്യങ്ങളും അനശ്വരമായി നിലനിൽക്കും. നിങ്ങളെ വളർച്ച അത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. അവിടെയാണ് അവർക്ക് അല്പം അബദ്ധം പിഴഞ്ഞിരിക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളെ നിഷ്പ്രഭരാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തീർച്ചയായും അവർക്ക് മുൻപിൽ നിങ്ങൾക്ക് ഉയർച്ചയുടെ ഒരു പടവുകൾ കയറുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യമാണ് എങ്കിലും അത് തീർച്ചയായും സത്യമാണോ മിഥ്യയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലും ഒരു ചിന്ത അത് അനിവാര്യം തന്നെയാണ്. ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ ചില സൂചനകൾ, അടയാളങ്ങൾ ഭഗവാൻ ജീവിതത്തിൽ നൽകും. അത് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതാണ്. അത് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഒന്നും ഓർക്കാതെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം ഭഗവാന്റെ നിരന്തരമായ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. സധൈര്യം നിങ്ങൾ എഴുന്നേൽക്കുകയും ഭയം നിറഞ്ഞ മുഖം ഒഴിവാക്കുകയും പ്രസന്നതയോടെ നിങ്ങൾ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഇരുണ്ട പാതകൾ അത് പ്രകാശപൂരിതമായി മാറുന്ന ഒരു സാഹചര്യം വന്നു ചേരുകയാണ്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളെ ഇരുട്ടിനെ അകത്തുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം അത് തീർച്ചയായും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം.